Hello everyone, welcome to another video of eFarm Learning App. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡയൂററ്റിക്സ് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ ഔട്ട്ഫ്ലോ അതേപോലെ സോഡിയം എക്സ്ക്രീഷൻ എല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ് ഡയൂററ്റിക്സ് എന്ന് പറയുക. ഇവരെ നമ്മൾ മെയിനായും യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ, റീനൽ ഫെയിലിയർ പോലെയുള്ള ഡിസീസുകളിൽ ബോഡി ഫ്ലൂയിഡ്സ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് കോമ്പോസിഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഡയൂററ്റിക്സിനെ മെയിനായും യൂസ് ചെയ്യുന്നത്. ഇനി ഡയൂററ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മെയിനായും മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഹൈ സീലിംഗ് ഡയൂററ്റിക്സ്, ഇവർക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഇൻഹിബിറ്റേഴ്സ് ഓഫ് സോഡിയം പൊട്ടാസ്യം 2-chloride co-transporters. ദെൻ മീഡിയം എഫിക്കസി ഡയൂററ്റിക്സ്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻഹിബിറ്റേഴ്സ് ഓഫ് സോഡിയം ക്ലോറൈഡ് സിംപോട്ട്. ദെൻ ഫൈനലി വീക്ക് ഓർ അഡ്ജങ്ക്റ്റീവ് ഡയൂററ്റിക്സ്. ആദ്യം ഹൈ സീലിംഗ് ഡയൂററ്റിക്സ് നോക്കാം. ഇതിൽ വരുന്ന ഡ്രഗ്സുകളാണ് ഫ്രൂസിമൈഡ് അഥവാ ഫ്യൂറോസിമൈഡ്, ബിമെറ്റാനൈഡ് ആൻഡ് ടൊറാസിമൈഡ്. ദെൻ മീഡിയം എഫിക്കസി ഡയൂററ്റിക്സിനെ മെയിനായിട്ട് നമ്മൾ ബെൻസോതയാഡൈസിൻസ് എന്നും തയസൈഡ് ലൈക്ക് ഡ്രഗ്സ് എന്നും രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബെൻസോതയാഡൈസിൻസിലാണ് ഹൈഡ്രോക്ലോർതയസൈഡ്, ഹൈഡ്രോഫ്ലൂമെത്തിയാസൈഡ്, ബെൻസ് തയസൈഡ് പോലെയുള്ള ഡ്രഗ്സുകൾ വരുന്നത്. തൈസൈഡ് ലൈക്ക് ഡ്രഗ്സുകളാണ് ക്ലോർതാലിഡോൺ, മെറ്റോളസോൺ, സിപ്പാമൈഡ്, ഇൻറ്റാപാമൈഡ്, ക്ലോപ്പാമൈഡ് പോലെയുള്ള ഡ്രഗ്സുകൾ. വീക്ക് ഓർ അഡ്ജങ്ക്റ്റീവ് ഡയൂററ്റിക്സിനെ നമ്മൾ മെയിനായും മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതാണ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. ഇതിൽ വരുന്ന ഡ്രഗാണ് അസെറ്റസോലമൈഡ്. ഓസ്മോട്ടിക് ഡയൂററ്റിക് കാറ്റഗറിയിലാണ് മാനിറ്റോൾ, ഗ്ലിസറോൾ, ഐസോസോർബൈഡ് പോലെയുള്ള ഡ്രഗ്സുകൾ വരുന്നത്. ഇനി പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സിനെ ആൽഡോസ്റ്റിറോൺ അൻറ്റഗോണിസ്റ്റ് എന്നും റീനൽ എപ്പിത്തീലിയൽ സോഡിയം ചാനൽ ഇൻഹിബിറ്റേഴ്സ് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ആദ്യം ആൽഡോസ്റ്റിറോൺ അൻറ്റഗോണിസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. സ്പൈറനോലാക്ടോൺ ആൻഡ് എപ്ലിറിനോൺ. ആൻഡ് റീനൽ എപ്പിത്തീലിയൽ സോഡിയം ചാനൽ ഇൻഹിബിറ്റേഴ്സ് ആണ് അംലോറൈഡ് ആൻഡ് ട്രയാംറ്ററിൻ. ഡയൂററ്റിക്സിൻ്റെ പേരുകൾ നമുക്ക് ഈ ഒരു നിമോണിക്കിലൂടെ നോക്കാം. ലീക്ക് ഓൺ ദി ക്യാൻ. L stands for loop diuretics. നമ്മുടെ ഹൈ സീലിംഗ് ഡയൂററ്റിക്സ് അല്ലെങ്കിൽ ഹൈ എഫിക്കസി ഡയൂററ്റിക്സിന് പറയുന്ന മറ്റൊരു പേരാണ് ലൂപ്പ് ഡയൂററ്റിക്സ്. ദെൻ O stands for osmotic diuretics and T stands for thiazide diuretics. And again canile C stands for carbonic anhydrase inhibitors and A stands for aldosterone inhibitors and finally N stands for sodium channel ബ്ലോക്കേഴ്സ്. ഈ ഒരു ടേബിളിൽ ഓരോ ടൈപ്പ് ഡയൂററ്റിക്കും അവരുടെ എക്സാമ്പിൾ ഡ്രഗ്സും ദെൻ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയാണ് എന്നുള്ളതും ഒരു സമ്മറൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആദ്യം കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, ഇതിലെ പ്രോട്ടോടൈപ്പ് ഡ്രഗാണ് അസെറ്റസോലമൈഡ്. അതേപോലെ മറ്റൊരു ഡ്രഗ് മെത്തസോലമൈഡ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത്, ഇവർ ആക്ട് ചെയ്യുന്നത് പ്രോക്സിമൽ കൺവലേറ്റർ ട്യൂബ്യൂൾ ആൻഡ് കളക്ടിംഗ് ഡക്റ്റ്. ഇനി ഓസ്മോട്ടിക് ഡയൂററ്റിക്സിന് എക്സാമ്പിൾ ഗ്ലിസറിൻ, മാനിറ്റോൾ, ഐസോസോർബൈഡ് പോലെയുള്ള ഡ്രഗ്സുകളാണ്. ഇവരുടെ സൈറ്റ് ഓഫ് ആക്ഷൻ വരുന്നത് പ്രോക്സിമൽ കൺവലേറ്റർ ട്യൂബ്യൂൾ, ദെൻ ഡിസെൻഡിങ് ലിംബ്, കളക്ടിംഗ് ഡക്റ്റ്. അടുത്ത കാറ്റഗറിയാണ് തയസൈഡ് ആൻഡ് തയസൈഡ് ലൈക്ക് ഡയൂററ്റിക്സ്. ഇതിന് എക്സാമ്പിൾസ് ക്ലോർതയസൈഡ്, ഹൈഡ്രോക്ലോർതയസൈഡ്, ഹൈഡ്രോഫ്ലൂമെത്തിയാസൈഡ്, ക്ലോർതാലിഡോൺ, ഇൻഡാപാമൈഡ് പോലെയുള്ള ഡ്രഗ്സുകളാണ്. ഇവർ DCTയിലാണ് ആക്ട് ചെയ്യുക, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇനി ലൂപ്പ് ഡയൂററ്റിക്സ് അഥവാ ഹൈ സീലിംഗ് ഡയൂററ്റിക്സ് എക്സാമ്പിൾ നമുക്കറിയാം. ഫ്രൂസിമൈഡ് അഥവാ ഫ്യൂറോസിമൈഡ്, ബിമെറ്റാനൈഡ്, എത്താക്രൈനിക് ആസിഡ്. ബട്ട് ഈ എത്താക്രൈനിക് ആസിഡ് ഒന്നും ഇപ്പം നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇവർ ആക്ട് ചെയ്യുന്നത് തിക്ക് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിലാണ്. ദെൻ നമ്മുടെ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് സ്പൈറനോലാക്ടോൺ, ദെൻ ആൽഡോസ്റ്റിറോൺ അൻറ്റഗോണിസ്റ്റ് ലൈക്ക് അംലോറൈഡ്, ഇതെല്ലാം കളക്ടിംഗ് ഡക്റ്റിലാണ് ആക്ട് ചെയ്യുക. ആദ്യം നമുക്ക് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് നോക്കാം.
ഈ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്നത് ഒരു സിങ്ക് കണ്ടെയ്നിങ് എൻസൈമാണ്. മെയിനായും നമ്മുടെ പ്രോക്സിമൽ കൺവലീറ്റഡ് ട്യൂബ്യൂളിലെ സെല്ലുകളുടെ ല്യൂമിനൽ സൈഡിലും ബേസോ ലാറ്ററൽ സൈഡിലും അതേപോലെ സെല്ലിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസത്തിലും ഈ ഒരു കാർബോണിക് അൺഹൈഡ്രേസ് എന്ന എൻസൈമിനെ നമുക്ക് കാണാൻ കഴിയും. കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റിൻ്റെ റീഅബ്സോർപ്ഷൻ, അതേപോലെ H+ അഥവാ ആസിഡിൻ്റെ സെക്രീഷൻ, ഇതാണ് ഇവർ ചെയ്യുന്നത്. ഈ കാറ്റഗറിയിലെ പ്രോട്ടോടൈപ്പ് ഡ്രഗാണ് അസറ്റസോളമൈഡ്. അസറ്റസോളമൈഡ് ഒരു സൾഫണമൈഡ് ഡെറിവേറ്റീവാണ്. ഇത് ഈ പറഞ്ഞ കാർബോണിക് അൺഹൈഡ്രേസിനെ നോൺ കോമ്പറ്റീറ്റീവ്ലി എന്നാൽ റിവേഴ്സിബിളി ഇൻഹിബിറ്റ് ചെയ്യും. എവിടെ വെച്ചിട്ടാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ സെൽസിൽ വെച്ച്. നമുക്ക് ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടി ഇവരുടെ മെക്കാനിസം നോക്കാം. ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലെ ഒരു സെല്ലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിൽ അഥവാ സൈറ്റോപ്ലാസത്തിൽ നമുക്കൊരു കാർബോണിക് അൺഹൈഡ്രേസ് ഉണ്ട്. ഇനി ല്യൂമിനൽ സൈഡ്, ഒരു സെല്ലിൻ്റെ ല്യൂമിനൽ മെംബ്രെയിൻ അഥവാ ല്യൂമിനൽ സൈഡ് എന്ന് പറയുന്നത് ഈ ല്യൂമിനെ ഫേസ് ചെയ്യുന്ന ഈ ഒരു മെംബ്രെയിൻ ആയിരിക്കും. ദെൻ ബേസോ ലാറ്ററൽ മെംബ്രെയിൻ എന്ന് പറയുന്നതോ ഈ ഒരു ഭാഗമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ല്യൂമിനിൽ അല്ലെങ്കിൽ ല്യൂമിനൽ മെംബ്രെയിനിൽ കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ ഒരു ഐസോഫോം നമുക്ക് കാണാം. അപ്പോൾ പല ഐസോഫോംസ് കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ PCT സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? ഉള്ളിൽ വെച്ച് കാർബൺ ഡയോക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും. കാർബോണിക് ആസിഡ് H+ഉം HCO3- സ്പ്ലിറ്റ് ഓഫ് ചെയ്യും. ഇവിടെ ഈ ഒരു കാർബോണിക് ആസിഡിൻ്റെ ഫോർമേഷനെ കാറ്റലൈസ് ചെയ്യുന്ന റോളാണ് കാർബോണിക് അൺഹൈഡ്രേസ് 2 എന്ന ഐസോഫോമിനുള്ളത്. ഓക്കെ, ഈ ബൈകാർബണേറ്റ് എന്ത് ചെയ്യും? നേരെ നമ്മുടെ ബേസോലാറ്ററൽ മെംബ്രെയിനിലുള്ള സോഡിയം ബൈകാർബണേറ്റ് സിംപോർട്ടർ വഴി ECFലേക്ക് എത്തും. അവിടെ നിന്ന് അത് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടും. ഇനി കാർബോണിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്തുണ്ടായ H+ എന്ത് ചെയ്യും? ല്യൂമിനൽ മെംബ്രെയിനിൽ കൊടുത്തിരിക്കുന്ന സോഡിയം H+ ആൻറ്റിപോർട്ടർ എന്ന ട്രാൻസ്പോർട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി H+ ല്യൂമനിലേക്ക് സെക്രേറ്റ് ആവും. ല്യൂമനിൽ എത്തിക്കഴിഞ്ഞാൽ H+ന് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ആയി പോകാനേ നിവൃത്തിയുള്ളൂ. ഇവിടെ നോക്കി, ഈ ഒരു സോഡിയം ബൈകാർബണേറ്റ് സിംപോർട്ടർ വർക്ക് ചെയ്യുന്നത് സോഡിയം കൂടി വരുമ്പോഴാണ്. അപ്പോൾ ഈ സോഡിയം എങ്ങനെയാണ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തിയത്? അതിന് നമുക്ക് ല്യൂമനിലേക്ക് നോക്കാം. ല്യൂമനിൽ സോഡിയം ബൈകാർബണേറ്റ് ഉണ്ട്. ഇത് സോഡിയവും ബൈകാർബണേറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ ഉണ്ടായ സോഡിയം എന്ത് ചെയ്യും? ഈ ഒരു ല്യൂമിനൽ മെംബ്രെയിനിൽ കൊടുത്തിരിക്കുന്ന സോഡിയം H+ ആൻറ്റിപോർട്ടർ വഴി സോഡിയം PCTയുടെ ഉള്ളിലേക്കും അതേസമയം ബൈകാർബണേറ്റിൻ്റെ കൂടെ ഉണ്ടായ H+ ല്യൂമനിലേക്കും പോകും. ഇവർ ആൻറ്റിപോർട്ടർ ആണല്ലോ. അങ്ങനെ ഉണ്ടായ H+ ബൈകാർബണേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ആവും. ഈ കാർബോണിക് ആസിഡിനെ ല്യൂമിനൽ മെംബ്രെയിനിലുള്ള കാർബോണിക് അൺഹൈഡ്രേസ് 4 എന്ത് ചെയ്യും? എഗെയിൻ വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവർ വേണമെങ്കിൽ PCT സെല്ലിലേക്ക് എഗെയിൻ തിരിച്ചു കയറും. അപ്പോൾ ഇവിടെ ഉണ്ടായ ബൈകാർബണേറ്റ് ഇപ്പോൾ ഉള്ളിലെത്തിയ സോഡിയവുമായിട്ട് ചേർന്ന് ഈ ഒരു സിംപോർട്ടർ വഴി ECFൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെത്തും. അവിടെ നിന്ന് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടും. നമ്മുടെ ആവശ്യം എന്താണ്? യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുക, അതായത് വെള്ളത്തിൻ്റെ റീഅബ്സോർപ്ഷനെ നമുക്ക് തടയണം. ഇവിടെ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, സോഡിയത്തിനെ റീഅബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറേ വാട്ടറിനെയും നമ്മുടെ സെല്ല് റീഅബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് സോഡിയം ബൈകാർബണേറ്റിൻ്റെ റീഅബ്സോർപ്ഷനെ തടഞ്ഞാൽ ഒരു പക്ഷേ ഈ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ തടയാൻ പറ്റും. അപ്പോൾ പിന്നെ വാട്ടറെല്ലാം യൂറിനായിട്ട് എക്സ്ക്രീറ്റ് ആയി പോകും. സോ അതിനുവേണ്ടി അസറ്റസോളമൈഡ് ചെയ്യുന്നത് ഈ കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈമുകളെ അങ്ങ് ബ്ലോക്ക് ചെയ്യും.
അപ്പോൾ പിന്നെ ഈ കാർബോണിക് ആസിഡ് ഫോം ചെയ്യോ? ഇല്ല. കാർബോണിക് ആസിഡ് ഫോം ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ H+ ഉണ്ടാവുമോ? ഇല്ല. H+ ഇല്ല എങ്കിൽ ഈ ഒരു സോഡിയം H+ ആൻറ്റിപോട്ടർ വർക്ക് ചെയ്യുമോ? ഇല്ല. സോ ഈ ല്യൂമനിൽ നിന്നും സോഡിയം PT സെല്ലിൻ്റെ ഉള്ളിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുമോ? ഒരിക്കലും സംഭവിക്കില്ല. സോഡിയം റീഅബ്സോർബ് ചെയ്തില്ലെങ്കിൽ വാട്ടറും അവിടെ റീഅബ്സോർബ് ചെയ്യില്ല. പകരം നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് കൂടുതലായിട്ട് കിട്ടും. ഇനി അസറ്റസോൾ അമൈഡിൻ്റെ കിഡ്നിയിലല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള ഇവരുടെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് നോക്കാം. കണ്ണ്, ഗ്യാസ്ട്രിക് മ്യൂക്കോസ, പാൻക്രിയാസ്, CNS, എരിത്രോസൈറ്റ്, ഇതൊക്കെയാണ് കിഡ്നി അല്ലാതെയുള്ള കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ സൈറ്റുകൾ എന്ന് പറയുന്നത്. ഇവർ മെയിനായും കണ്ണിൽ, ഇപ്പോൾ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിനെ നമ്മൾ കണ്ണിൽ ഇൻസ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ അക്വസ് ഹ്യൂമർ ഫോർമേഷൻ ഇവർ കുറയ്ക്കും. അങ്ങനെ കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രഷർ, ദാറ്റ് ഈസ് ഇൻട്രാ ഒക്കുലർ പ്രഷർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവരെ ഗ്ലൂക്കോമയുടെ ട്രീറ്റ്മെൻറ്റിന് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവരുടെ കൈനറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓറലി എടുക്കാം, ഒരു പ്രശ്നവുമില്ല. 6 to 9 hours ആണ് ഇവരുടെ T½ വരുന്നത്. യൂറിൻ വഴിയാണ് ഇവർ എലിമിനേറ്റ് ചെയ്യപ്പെടുക. അഡ്വേഴ്സ് എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അസിഡോസിസിനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഹൈപ്പോകലീമിയ മീൻസ് പൊട്ടാസ്യം അയോൺസിൻ്റെ അളവ് ബ്ലഡിൽ കുറയുക. ദെൻ പാരസ്തീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തു കൂടി എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഒരു ടിംഗ്ലിങ് അല്ലെങ്കിൽ പ്രിക്കിംഗ് സെൻസേഷൻ വരുന്നതിനെയാണ് പാരസ്തീഷ്യ എന്ന് പറയുക. ദെൻ ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും, ദാറ്റ് ഈസ് ഫാറ്റീഗ്, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്. ദെൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ലൈക്ക് ഫീവർ, റാഷസ് എല്ലാം കാണിക്കാം. വളരെ റെയറായിട്ട് ബോൺ മാരോ ഡിപ്രഷനും അസറ്റസോൾ അമൈഡ് കാണിക്കാറുണ്ട്. കോൺട്രാ ഇൻഡിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലിവർ സിറോസിസ് ഉള്ള ആൾക്കാർ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതേപോലെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ളവർ ഈ പറയുന്ന അസറ്റസോൾ അമൈഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇവരുടെ യൂസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് യൂസ് ഗ്ലൂക്കോമ. നമുക്ക് നല്ല ഒക്യുലർ ഹൈപ്പോടെൻസീവ് ഏജൻറ്റ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. എന്നാൽ ഒരു അഡ്ജുവൻറ്റ് റോളായിട്ട് നമുക്ക് അസറ്റസോൾ അമൈഡിനെ കൊടുക്കാം. ഇനി ആൽക്കലനൈസ് യൂറിൻ, ഇപ്പം UTI വരുമ്പോൾ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ അസിഡിക് ഡ്രഗ്സിൻ്റെ പോയ്സണിങ് കേസൊക്കെ വരുമ്പോൾ നമുക്ക് യൂറിനെ ആൽക്കലൈൻ pHയിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ അസറ്റസോൾ അമൈഡ് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ആബ്സെൻറ്റ് സീഷേഴ്സിൽ ഒരു അഡ്ജുവൻ്റ് ആയിട്ട് നമുക്ക് അസറ്റസോൾ അമൈഡിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അക്യൂട്ട് മൗണ്ടെയിൻ സിക്നസ് എന്ന് പറയുമ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ചിലപ്പോൾ നമുക്ക് കുറേ ഡിസ്കംഫേർട്ട് അനുഭവപ്പെടും അല്ലേ? അപ്പോൾ അതിനെ എല്ലാം ചേർത്ത് ജനറലി പറയുന്ന പേരാണ് അക്യൂട്ട് മൗണ്ടെയിൻ സിക്നസ്. അപ്പോൾ ഈ കേസിൽ സിംറ്റമാറ്റിക് റിലീഫ് പ്രൊവൈഡ് ചെയ്യാനും, ഇനിയിപ്പോൾ നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നു, അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് വരാതെ ഇരിക്കാൻ എന്നുള്ള രീതിയിൽ മുൻകരുതൽ എന്ന വണ്ണം അസറ്റസോൾ അമൈഡിനെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാവുന്നതാണ്.